കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ജനുവരി 22 മുതൽ 24 വരെ. അടുത്തിടെ നാഷാമുക്ത് ലഹരി വിമുക്ത പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. ദ ഇന്ത്യൻ ഇ-ടെയിലിംഗ് ലീഡർഷിപ്പ് ഇൻഡെക്സിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ഇ-കൊമേഴ്സ് ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്ലിപ്കാർട്ട്. അടുത്തിടെ കാലിഫോർണിയയിൽ നടന്ന അന്താരാഷ്ട്ര ബൊറേഗോ സ്പ്രിങ്സ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയ പഹാരി ഭാഷാ ചിത്രം സാഞ്ച്. സംവിധാനം അജയ് സക്ലാനി. അടുത്തിടെ ഫിഫയുടെ ഫിനാൻസ് കമ്മിറ്റിയിൽ അംഗത്വം ലഭിച്ച ഇന്ത്യക്കാരൻ പ്രഫുൽ പട്ടേൽ. 3D സാങ്കേതികവിദ്യ നൂതനമാക്കുന്നത് ലക്ഷ്യമാക്കി മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്ത സ്വീഡിഷ് കമ്പനി സിംപ്ലിഗൺ. സാറ്റലൈറ്റിന്റെ സഹായത്തോടുകൂടി ATM സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ യുദ്ധക്കപ്പൽ INS വിക്രമാദിത്യ. SBIയുടെ ATM. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ കണക്കാക്കുന്നതിനായി ലോക എക്കണോമിക് ഫോറം, നീതി ആയോഗ്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, കോർണൽ യൂണിവേഴ്സിറ്റി എന്നിവ ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ്. ഇന്ത്യ UAE ആദ്യ സ്ട്രാറ്റജിക് ഡയലോഗ് മീറ്റിന്റെ വേദി ന്യൂഡൽഹി. അടുത്തിടെ ഇന്ത്യൻ പൗരന്മാരുടെ സൗജന്യ വിസ സൗകര്യം പിൻവലിച്ച രാജ്യം ഹോങ്കോങ്. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമി കഴിഞ്ഞാൽ വാസയോഗ്യമായ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹം വൂൾഫ് 1061c. അടുത്തിടെ നടന്ന കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി, ഡെറാഡൂൺ. പാസഞ്ചർ ട്രെയിനുകളുടെ വേഗത 200 കിലോമീറ്ററായി ഉയർത്തുന്നതിന് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം റഷ്യ. അടുത്തിടെ വേവ് ആൻഡ് പേ എന്ന കോണ്ടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 3.5 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യൻ ദേശീയഗാനം ആലപിച്ച് ഗിന്നസ് റെക്കോർഡിട്ടത് ഗുജറാത്ത്. 2017 മലേഷ്യ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയത് സൈന നെഹ്വാൾ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഉറുദു കവി നാഷ് ലിയാൽപുരി. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കോഴിക്കോട്. 2ാം സ്ഥാനം പാലക്കാട്. 2016 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ഏഴാശ്ശേരി രാമചന്ദ്രൻ. അടുത്തിടെ ഗൂഗിൾ ഏറ്റെടുത്ത ട്വിറ്ററിന്റെ മൊബൈൽ ഡെവലപ്പർ പ്ലാറ്റ്ഫോം ഫാബ്രിക്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം വെയ്ൻ റൂണി 250 ഗോൾ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ പാലിനോളജിയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി PKK നായർ. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന്റെ കണക്ക് പ്രകാരം 2016 മികച്ച ഇന്നവേറ്റീവ് കമ്പനികളുടെ ലിസ്റ്റിൽ ഒന്നാമത് എത്തിയത് ആപ്പിൾ, 2ാം സ്ഥാനം ഗൂഗിൾ. വിദ്യാർത്ഥികളിൽ സാമ്പത്തിക സാക്ഷരത പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേരള ഗ്രാമീൺ ബാങ്ക് ആരംഭിച്ച പദ്ധതി FI@school. അടുത്തിടെ ചൈന കമ്മീഷൻ ചെയ്ത 31ാമത് യുദ്ധക്കപ്പൽ CNS ഈസോ. ഹിമാചൽ പ്രദേശ് ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുരാഗ് താക്കൂർ. മദ്യനിരോധനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മനുഷ്യച്ചങ്ങല തീർത്ത സംസ്ഥാനം ബീഹാർ. അടുത്തിടെ ITF ജൂനിയർ ടൈറ്റിൽ കിരീടം നേടിയത് ധ്രുവ് സുനിഷ്. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിച്ച് പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളെ ഒരു കേന്ദ്രീകൃത കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ജീവൻ രേഖ.
മിസ് യൂണിവേഴ്സ് 2017 ജൂറി അംഗമായി തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരി സുസ്മിത സെൻ. 2028 വരെയുള്ള ഒളിമ്പിക് മത്സരങ്ങൾക്കുള്ള പ്രമുഖ സ്പോൺസർ ആയി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുമായി കരാറിൽ ഏർപ്പെട്ട കമ്പനി ആലിബാബ. അടുത്തിടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഉയർന്ന അവാർഡായ അലൻ ബോർഡർ മെഡലിന് അർഹനായത് ഡേവിഡ് വാർണർ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.